نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കുക എന്നതാണ്. പ്രാചീന കാലം മുതൽക്ക് തന്നെ മനുഷ്യർ ദൈവ സാമീപ്യത്തിനു വേണ്ടി പരിശ്രമിക്കുകയും അവനവൻ്റെ കെട്ടുപാടുകളും ഉത്തരവാദിത്തങ്ങളുമെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് വനാന്തരങ്ങളിൽ പോയി തപസ്സനുഷ്ഠിക്കുകയും എന്നിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന പുരാണ ഇതിഹാസങ്ങൾ നമ്മളെമ്പാടും കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ ദൈവിക മതമായ ഇസ്ലാമിൽ യാതൊരു ഉത്തരവാദിത്തങ്ങളും വെടിയാതെ തന്നെയും ഉത്തരവാദിത്തങ്ങൾ കണിശമായി പാലിച്ചുകൊണ്ടും കടമകൾ നിർവഹിച്ചുകൊണ്ട് തന്നെയും അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നതാണ് മറ്റു മതങ്ങളിൽ നിന്ന് ദൈവ സാമീപ്യത്തിൻ്റെ കാര്യത്തിൽ ഈ മതം വ്യത്യസ്തമായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ യുക്തിയും വിവേകവുമുള്ള ഏതൊരു വിശ്വാസിയും തൻ്റെ രക്ഷിതാവിലേക്ക് അടുക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും അതിൽ വ്യാപൃതനായിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിൽ നിന്ന് അകറ്റപ്പെടുന്ന പ്രവർത്തനങ്ങളിലും ഇടപാടുകളിലും വളരെ ജാഗ്രത പുലർത്തേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവുമായിട്ടുള്ള ഈ ഒരു സാമീപ്യത്തിന് ജീവിതത്തിൽ എത്ര കണ്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എന്നതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മനുഷ്യരിൽ പലരുടെയും പ്രിയപ്പെട്ടവരാണ് നമ്മളെന്ന് പറയാനും അറിയാനുമൊക്കെ നമ്മൾ വല്ലാതെ ഉത്സുകരാണ്. സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരും ഉദ്യോഗ തലങ്ങളിലൊക്കെയും വിരാജിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ പരിചയക്കാരും നമ്മുടെ സുഹൃത്തുക്കളുമൊക്കെയാണ് എന്ന് പറയാൻ നമ്മൾ വെമ്പൽ കൊള്ളാറുണ്ട്. അത്തരം സൗഹൃദങ്ങൾക്കും അടുപ്പങ്ങൾക്കും വേണ്ടി അള്ളാഹു നിഷിദ്ധമാക്കിയ പലതും നമ്മൾ അവഗണിക്കുകയും ആ അവഗണനയിലൂടെയെങ്കിലും അത്തരം ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് മനുഷ്യരിൽ ചിലരെങ്കിലും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ സമീപനത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവിടെ ഒരു ദാസൻ അള്ളാഹുവിലേക്ക് ഒരു ചാൺ അടുക്കാൻ ശ്രമിച്ചാൽ
അള്ളാഹു അവനിലേക്ക് ഒരു മുഴമടുക്കുമെന്നും ഒരു മുഴമടക്കാൻ ഒരു ദാസൻ ശ്രമിക്കുകയാണ് എങ്കിൽ അവനിലേക്ക് അള്ളാഹു ഒരു മാറെടുക്കുമെന്നും ആ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കണ്ട് ശ്രദ്ധയുള്ളവരാകുന്നോ, താല്പര്യമുണ്ടോ, അതിനേക്കാൾ വലിയ താല്പര്യമുള്ളവനാണ് അള്ളാഹു എന്നതാണ് ആ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം 5-ാമത്തെ അധ്യായം സൂറ മാഇദയിലെ 35-ാമത്തെ സൂക്തമാണ്. ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ല, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങളിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം തേടുകയും ചെയ്യുക. വജാഹിദു ഫീ സബീലി, പടച്ചവൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം നടത്തുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയികളായിരിക്കും. 3 കാര്യമാണ് ആ ആയത്തിൽ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഒന്ന്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്നതും, രണ്ടാമത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം നിങ്ങൾ കണ്ടെത്തണമെന്നും, മൂന്നാമത് പടച്ചവൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം നടത്തണമെന്നതുമാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന ഭാഗത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. വഖാല ഖത്താദ റളിയല്ലാഹു പറഞ്ഞു, അയ്യ തഖറബു ഇലൈഹി ബിത്വാഅത്തിഹി വൽ അമലി ബിമാ യർളി, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടും അവൻ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളിലും നിങ്ങൾ വ്യാപൃതരായിരിക്കുക എന്നതാണ് വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം കണ്ടെത്തുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറ ഇസ്രായിലെ 57-ാമത്തെ വചനത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നുണ്ട്, ബഹുദൈവ വിശ്വാസികൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് മൺമറഞ്ഞുപോയ സദ്വൃത്തരായ പല പുണ്യപുരുഷന്മാരെയുമാണ്. എന്നാൽ അവരുടെ സ്ഥിതി പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞത്, ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, ഈ മനുഷ്യന്മാർ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ആരാധ്യന്മാരുണ്ടല്ലോ, ആ ആരാധ്യന്മാരാകട്ടെ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുന്നവരാണ്. അള്ളാഹുവിലേക്ക് സാമീപ്യം തേടലാണ് വിജയത്തിൻ്റെ മാർഗമെന്ന് മനസ്സിലാക്കി അങ്ങനെ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ സദ്വൃത്തരും അള്ളാഹുവിലേക്ക് അടുക്കേണ്ട മാർഗത്തെ സംബന്ധിച്ച് വ്യാപൃതരാണ് എന്നാണ് പറഞ്ഞു വന്നത്. ഈ ആയത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, യതളറഊന ഇലല്ലാഹി ഫീ തലബി ദറജത്തിൽ ഉലിയ, ഉന്നതമായ പദവി അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള തേട്ടത്തിലാണ് അവരൊക്കെയും എന്നതാണ്. നമ്മൾ ധരിക്കുന്ന ശ്രേഷ്ഠരായ ആളുകളുടെ അവസ്ഥയാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായി സ്വർഗത്തെ ആഗ്രഹിക്കുന്ന ആൾ പ്രവാചകനായിരുന്നു. അതിനുവേണ്ടി മറ്റുള്ളവരെക്കാൾ കൂടുതൽ പരിശ്രമിക്കുന്ന വ്യക്തി അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു. നരകത്തെ സംബന്ധിച്ച് പ്രവാചകൻ പറയുമ്പോൾ നരകത്തെ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഭയപ്പാടുള്ള വ്യക്തിയും അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. എന്ന് വെച്ചാൽ അവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഉന്നതമായ സ്ഥാനവും പടച്ചവൻ്റെ തൃപ്തിയും അതുവഴിയായി ലഭിക്കുന്ന പൊരുത്തവുമാണ്. ഈ ഒരു ആഗ്രഹം വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ വച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. മനുഷ്യരിൽ ഏറ്റവും പ്രഥമമായി അള്ളാഹുവിലേക്ക് അടുക്കുന്നവർ സാബിഖീങ്ങൾ എന്നാണ് ഖുർആൻ രേഖപ്പെടുത്തിയത്. അസ്സാബിഖൂൻ അസ്സാബിഖൂൻ, മുൻകടന്നു പോയവർ തന്നെയാണ് മുൻപന്മാരായ ആളുകൾ, മുന്നേറിയവർ അവരാണ്. നന്മയിൽ, അമലു സ്വാലിഹാത്തിൽ, വിശ്വാസത്തിൽ മുൻകടന്നു പോയ ആളുകൾ. ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരെ വിശദീകരിക്കുകയാണ്. ദൈവമാർഗത്തിൽ ഹിജറ പോയ ആളുകൾ, സ്വത്തും വഹകളും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പടച്ചവൻ്റെ മാർഗത്തിൽ ഹിജറ പോയ ആളുകൾ, ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ആളുകൾ,
ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഒരു ആനുകൂല്യവും കിട്ടാത്ത കാലഘട്ടത്തിൽ എല്ലാ പരീക്ഷണങ്ങളെയും അതിജയിച്ചുകൊണ്ട് തന്നെയും ഇസ്ലാമിൽ ഉറച്ചു നിന്ന ആൾക്കാരെ സംബന്ധിച്ചാണ് ആ പറയുന്നത് എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു. പ്രവാചകൻ അവരോട് ചോദിച്ചു, അതദറൂന മിൻ സാബിഖൂൻ, ആരാണ് മുന്നേറിയവർ എന്ന് നിങ്ങൾക്കറിയാമോ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഈ ചോദ്യം. ഇലാ ദില്ലി യൗമൽ ഖിയാമ, പുനരുദ്ധാന നാളിൽ മനുഷ്യൻ കത്തിക്കാളുന്ന വേളയിൽ പടച്ചവൻ്റെ സവിശേഷമായ തണലിന് അർഹരായിത്തീരുന്ന ആളുകൾ അവരാരാണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രവാചകൻ അവരെ വിശദീകരിക്കുകയാണ്. ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനുമാണ് കാര്യങ്ങൾ നന്നായി അറിയുക. സ്വഹാബിമാർ അതിന് മറുപടി പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ, അല്ലദീന ഇദാ അഅത്തുൽ ഹഖ്ഖ ഖബലു, തങ്ങളുടെ അവകാശങ്ങൾ മാത്രം സ്വീകരിക്കുന്ന ആളുകളാണ് ഒരു വിഭാഗക്കാരായ ആളുകൾ, അവകാശങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ. വഇദാ സുഇലു ബദലു, എന്തെങ്കിലും ആവശ്യപ്പെടുകയാണ് എങ്കിൽ ആ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്നവരാണവർ. വഹകമു ലിന്നാസി കഹുകുമിഹിം ലിഅൻഫുസിഹിം, ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുകയാണ് എങ്കിൽ സ്വന്തം കാര്യത്തിൽ ഇടപെടുന്നത് പോലെ അത്രയും ആത്മാർത്ഥമായി ഇടപെടുന്നവരാണവർ. ഈ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളുടെ സ്വഭാവ സവിശേഷതയായി ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിക്കുന്നത്. ഈ ഹദീസിനൊരു മറുവശമുണ്ട്. ആ മറുവശം ഇങ്ങനെയാണ്: തൻ്റെ അവകാശങ്ങൾ സ്വീകരിക്കുന്നവർ എന്ന് പറയുമ്പോൾ തനിക്ക് അവകാശപ്പെടാത്തത്, തനിക്ക് അവിഹിതമായത്, തനിക്ക് അനർഹമായത് അവർ സ്വീകരിക്കുകയില്ല എന്നതാണ്. അനർഹതയ്ക്ക് വേണ്ടി തനിക്ക് വിധിക്കപ്പെടാത്തതും തൻ്റെ അവകാശത്തിൽപ്പെടാത്തതിനു വേണ്ടിയും കള്ളക്കേസ് കൊടുക്കുകയോ അതിന് മധ്യസ്ഥരെ സമീപിക്കുകയോ അതിനുവേണ്ടി പരിശ്രമിക്കുകയോ ചെയ്യുന്നവരല്ല. തങ്ങളുടെ അവകാശങ്ങൾ മാത്രമേ അവർ കൈവയ്ക്കുകയുള്ളൂ. രണ്ടാമത് പറഞ്ഞത്, ചോദിച്ചാൽ ആവശ്യപ്പെട്ടാൽ നൽകുമെന്നാണ് പറയുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ, പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ അവർ വളരെ സക്രിയമായി ഇടപെടുന്നവരാണ്. അതിൽ നിന്ന് ഉൾവലിഞ്ഞ് എവിടെയെങ്കിലും മൂലയിലേക്ക് ഒതുക്കപ്പെടുന്നവരല്ല. അത്തരം കാര്യങ്ങളിലൊക്കെയും സജീവമായി നിലകൊള്ളുന്ന ആളുകളാണ് എന്നുള്ളതാണ്. മൂന്നാമത് പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പാഠമാകേണ്ടതുണ്ട്. വഹക്കമു ലിന്നാസ്, ജനങ്ങൾക്കിടയിൽ അവർ വിധി പറയേണ്ടി വരികയാണെങ്കിൽ കഹുകുമിഹിം ലിഅൻഫുസിഹിം, അവനവൻ്റെ കാര്യത്തിൽ എങ്ങനെയാണോ എത്ര താല്പര്യത്തോടും ആത്മാർത്ഥതയും കൂടിയാണോ പെരുമാറുന്നത്, വിധി പ്രസ്താവിക്കുന്നത്, അതുപോലെ ആയിരിക്കും ജനങ്ങളുടെ വിഷയങ്ങളിൽ. പലപ്പോഴും സമൂഹത്തിൽ അങ്ങനെയല്ല. നമ്മുടെ കാര്യങ്ങളോടൊക്കെയും പ്രത്യേകമായൊരു താല്പര്യവും മറ്റുള്ളവരുടെ വിഷയങ്ങൾ എങ്ങനെയും ആയിക്കൊള്ളട്ടെ എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് മനുഷ്യരിൽ അധികം ആളുകളും സ്വീകരിച്ചു വരുന്നത്. അങ്ങനെ സ്വജനപക്ഷപാതമില്ലാതെ വളരെ കൃത്യമായ നീതി തനിക്ക് ലഭിക്കേണ്ടത് എപ്രകാരമാണോ അതുപോലെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ടുള്ള അവൻ്റെ സുദൃഢമായ ബന്ധത്തെയാണ് ആത്യന്തികമായി ആശ്രയിച്ചിരിക്കുന്നത്. നമുക്ക് സമാധാനിക്കാൻ പറ്റുക അങ്ങനെയാണ്. എന്താണ് നിങ്ങളുടെ അസറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക നമ്മുടെ സ്വത്തുവകകളെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ സംബന്ധിച്ചാണ്, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരെ സംബന്ധിച്ചാണ്. അതൊന്നും ഒരു വിശ്വാസിക്ക് ആശ്വാസം നൽകേണ്ടതേ അല്ല. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, ഞാൻ എൻ്റെ രക്ഷിതാവുമായി അത്രമേൽ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവനാണ് എന്ന് പറയുന്നിടത്തായിരിക്കണം ഒരു വിശ്വാസിയുടെ വിജയം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, 11-ാമത്തെ അധ്യായം സൂറ ഹൂദിലെ 61-ാമത്തെ വചനം. സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രക്കാരോട് അദ്ദേഹം പറയുകയാണ്, ഫസ്തഗ്ഫിറൂ, നിങ്ങൾ അള്ളാഹുവിലേക്ക് പാപമോചനം തേടിക്കൊള്ളുക. സുമ്മ തൂബു ഇലൈഹി, അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് വളരെ സമീപസ്ഥനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായ രക്ഷിതാവിൻ്റെ സാമീപ്യം ലഭിക്കണമെങ്കിൽ രണ്ട് കാര്യമാണ് സ്വാലിഹ് നബി തൻ്റെ സമൂഹത്തോട് പറയുന്നത്.
ഒന്ന്, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങളുടെ പാപമോചനം തേടുക എന്നതാണ്. രണ്ടാമത്, പടച്ചവനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണമെന്നുള്ളതാണ്. ദൈവപ്രീതിക്ക് വേണ്ടി മനുഷ്യർ എമ്പാടും പായുകയാണ്. അത്തരം കേന്ദ്രങ്ങളിലൊക്കെയും തങ്ങൾക്ക് സമാധാനം ലഭിക്കുമെന്നും തങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്നുമൊക്കെ ആളുകൾ വിചാരിച്ചു പോവുകയാണ്. ഖുർആൻ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നഹ്ന അഖ്റബു ഇലൈക്കും മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ, നിങ്ങളുടെ കരണഞരമ്പിനേക്കാൾ സമീപസ്ഥനായി ഞാനിതാ ഇവിടെയുണ്ട് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അത്രയും സമീപസ്ഥനായ പടച്ചവൻ്റെ സാമീപ്യം മനസ്സിലാക്കേണ്ട മാർഗത്തിൽ മനസ്സിലാക്കാതെ തെറ്റായ മാർഗത്തിലൂടെ ആളുകൾ അലയുകയാണ്. അവിടെയാണ് ഒരു വിശ്വാസി കൃത്യമായി മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ ഹദീസിലൂടെ സ്വാലിഹ് നബി തൻ്റെ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള ഈ ഉപദേശങ്ങളിലൂടെ ഒക്കെയും തൻ്റെ ദാസനിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളെ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുത്തതഹിരീൻ, അള്ളാഹു അങ്ങനെയുള്ളവർ ഇഷ്ടപ്പെടുകയാണ്. പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. അതേപോലെ പരിശുദ്ധി പ്രാപിച്ചവരെയും ഇഷ്ടമാണ്. ഖുർആനിലെ മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറഞ്ഞത്, വതൂബൂ ഇലല്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കേണ്ടതാണ്. അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലയോ വിശ്വാസികളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയികളായേക്കും. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നത് ഒരു കരുത്തായി മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സീസണിൽ, റമദാനാവട്ടെ, അവസാനത്തെ 10 എന്നൊക്കെ വിചാരിച്ച് കാത്തിരിക്കേണ്ടതല്ല. നിരന്തരമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ കഴിയണം. ചെയ്തുപോയ അപരാധങ്ങൾ ന്യായീകരിച്ച് ഷഠിച്ചു നിൽക്കുകയല്ല ചെയ്യേണ്ടത്. തന്നിൽ സംഭവിച്ചു പോയത് മറയില്ലാതെ മനസ്സിലാക്കുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിലേക്ക് പറയുക എന്നത് സ്വന്തത്തെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മാർഗമായി വിശ്വാസികൾ മനസ്സിലാക്കുന്നു എന്നത്. ഖുർആനിലെ 11-ാമത്തെ അധ്യായത്തിലെ തന്നെ 52-ാമത്തെ വചനത്തിൽ ഹൂദ് നബി അലൈഹിസ്സലാം അദ്ദേഹം ആദ് സമൂഹത്തോട് പറഞ്ഞതായി ഖുർആൻ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: വയാ ഖൗം, അല്ലയോ സമൂഹമേ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് പാപമോചനം തേടിക്കൊള്ളുക. സുമ്മ തൂബൂ ഇലൈഹി, അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ സമൃദ്ധമായ മഴ അള്ളാഹു നിങ്ങൾക്ക് നൽകും. അത് നിങ്ങളുടെ കൃഷിയിടങ്ങളെ ഫലഭൂയിഷ്ടമാക്കും. ഭൗതികമായി നിങ്ങൾക്കേറെ സൗകര്യം പ്രദാനം ചെയ്യും. വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിക്കുമേതെ അള്ളാഹു കൂടുതൽ നിങ്ങൾക്ക് ശക്തിയുള്ളവരാക്കി തീർക്കും. വലാ തതവല്ലൗ മുജ്രിമീൻ, കുറ്റവാളികളായിക്കൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത് എന്നതാണ്. ഖുർആനിലെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, വിശ്വാസികളുടെ സ്വഭാവമായി വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തന്നെയും തെറ്റിൽ അവർ ഒരിക്കലും ആകട്ടനായി അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കുകയില്ല. അറിഞ്ഞുകൊണ്ടൊരിക്കലും തെറ്റിൽ ഉറച്ചു നിൽക്കുകയില്ല. കൃത്യമായി തെറ്റ് മനസ്സിലാക്കിയാൽ ആ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ് വിശ്വാസികളെന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുകയാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള 2 മാർഗമാണ് ഈ സൂക്തങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, നമ്മുടെ തെറ്റുകൾ നമ്മൾ പാപമോചനം നടത്തുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക എന്നതാണ്. അതിനൊരു സമയം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അള്ളാഹുവുമായി മനസ്സ് തുറക്കുന്ന സമയം. എൻ്റെ പരസ്യവും രഹസ്യവും ഒക്കെ അറിയുന്ന എൻ്റെ നാഥനുമായി അങ്ങനെ ഒരു മുനാജാത്ത്, ഒരു അഭിമുഖ സംഭാഷണം, അതിനൊരു സമയം കണ്ടെത്തുകയും അതിനെ തൻ്റെ കാര്യങ്ങളൊക്കെയും അടുക്കും ചിട്ടയോടും കൂടി അള്ളാഹുവിലേക്ക് ഏറ്റുപറയുകയും പാപമോചനം തേടുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിക്ക് അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിക്കുന്ന കാര്യമാണ് നമ്മൾ അറിയേണ്ടതുണ്ട്. ആരാധനകളിൽ വളരെ താല്പര്യമുള്ള ആളുകൾ സ്വഭാവങ്ങളുടെ കാര്യത്തിൽ വലിയ താല്പര്യമുള്ളവരായിക്കൊള്ളുന്നില്ല. പലപ്പോഴും അങ്ങനെയാണ്. എഅ്തികാഫിന് വലിയ ശ്രദ്ധയുള്ള ആളുകൾ, നോമ്പും സുന്നത്തും ഫർളുമൊക്കെ എടുക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ നമസ്കാരമാകട്ടെ ഫർളും സുന്നത്തുമൊക്കെയും കൃത്യമായി പാലിക്കുന്ന ആളുകൾ, അതിനൊക്കെയും അതിൻ്റേതായ പ്രതിഫലമുണ്ട്, ഒരു സംശയവുമില്ല. എന്നാൽ അതേപോലെ ഒരു വിശ്വാസി കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ്
സ്വഭാവത്തിലെ സവിശേഷത എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹോദരിയെപ്പറ്റി പറഞ്ഞു. അവരുടെ ഇബാദത്തുകളെ പറ്റിയാണ് ആദ്യം പറയുന്നത്. സുന്നത്ത് നോമ്പ് ഏറെ എടുക്കുന്നവളാണ്, സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവളുടെ അയൽവാസികളുമായി നിരന്തരം പ്രശ്നത്തിലാണ്, വഴക്കിലാണ് എന്നതാണ് പ്രവാചകനോട് ആ സ്ത്രീയെ സംബന്ധിച്ച് ഒരാൾ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഹിയ ഫിന്നാർ എന്നാണ്. അവൾ നരകത്തിലായിരിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത്. അപ്പോൾ ഈ അടുത്ത ഇബാദത്തുകളൊക്കെയും നിഷ്ഫലമാക്കി തീർത്തത് ഒരു സ്വഭാവ വൈകല്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം അത്തരം കാര്യങ്ങളെപ്പറ്റി പറയാണ്. അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറ അറാഫിലെ 56-ാമത്തെ വചനം ഇങ്ങനെ വായിക്കാം: വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ നന്മ വരുത്തിയ ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുത്. അള്ളാഹു കുറ്റമറ്റൊരു ഭൂമിയെയും ഒരു പാരസ്ഥിതികമായ അവസ്ഥയെയുമാണ് നിങ്ങൾക്കിവിടെ നൽകിയിട്ടുള്ളത്. ആ നൽകിയതിൽ നിങ്ങളിനി നിങ്ങളുടെ വകയായി ഒരു നാശമുണ്ടാക്കരുത്. വദഉ ഖൗഫൻ വതമഅൻ. അള്ളാഹുവിനോട് നിങ്ങൾ ഭയപ്പാടോടും പ്രതീക്ഷയും ഓടും കൂടി അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. എന്നതിന് ശേഷം അള്ളാഹ് പറയുക, ഇന്ന റഹ്മത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, പടച്ചവൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് ഖരീബുൻ മിനൽ മുഹ്സിനീൻ, സുഹൃതവാന്മാരായ ആളുകൾക്ക് ഏറെ സമീപമാകുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യം അന്വേഷിച്ച് നിങ്ങൾ പരക്കം പായേണ്ടതില്ല. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങളുടെ കയ്യെത്താ ദൂരത്ത് തന്നെയും അതെമ്പാടുമുണ്ട് എന്നത് തന്നെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. സുഹൃതവാന്മാരായ ആളുകൾ എല്ലാ മനുഷ്യരോടും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്ന സ്വഭാവ സവിശേഷതയുള്ള ആളുകൾക്ക് അതെല്ലാം നേടിയെടുക്കാമെന്നതാണ്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു ഖയ്യിം രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഹല്ലുൽ അബ്ദി മിനൽ ഖുർബി മിനല്ലാഹി അലാ ഖദ്രിഹി മിൻ മഖാമിൽ ഇഹ്സാൻ. ഒരു ദാസന് അള്ളാഹുവിനോടുള്ള അടുപ്പം എന്ന് പറയുന്നത് അവൻ്റെ സുഹൃതങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, അവൻ്റെ സ്വഭാവ സവിശേഷതയെ പ്രത്യേകമായി അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യത്തിനായി നമ്മൾ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ എത്രമേൽ താല്പര്യം കാണിക്കുന്നുവോ അത്രമേൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള താല്പര്യം, അല്ലെങ്കിൽ അതേപോലെയുള്ള പ്രാധാന്യം സ്വഭാവ സവിശേഷതയുടെ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ്. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി. തീർച്ചയായും ഒരു വിശ്വാസി സ്വഭാവ സവിശേഷതയിൽ ദറജത്തു സായിമിൽ ഖായിം, നോമ്പ് നോക്കുന്നവൻ്റെയും രാത്രി നിന്ന് നമസ്കരിക്കുന്നവൻ്റെയും പദവി ലഭിക്കുന്നതാണ്. സ്വഭാവങ്ങൾ കൃത്യമായി വൈകൃതമില്ലാതെ സ്വഭാവത്തിൽ നന്മകൾ കാത്തു സൂക്ഷിക്കുന്ന സൽസ്വഭാവത്തിൻ്റെ ഉടമയായൊരു മനുഷ്യന് നോമ്പ് നോൽക്കുന്നവൻ്റെയും രാത്രി നമസ്കരിക്കുന്നവൻ്റെയും അതേ ദർജ, അതേ പദവികൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നേടിയെടുക്കാൻ കഴിയുമെന്നതാണ്. അതിനർത്ഥം നോമ്പ് നോക്കേണ്ടതില്ല എന്നോ രാത്രി നമസ്കരിക്കേണ്ടതില്ല എന്നോ അല്ല. ജീവിതത്തിൽ നമ്മൾ വിസ്മരിച്ചു പോകുന്ന സ്വഭാവ സവിശേഷതയുടെ കാര്യമാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ബുഖാരി ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസിൽ ഇങ്ങനെ വന്നിരിക്കുന്നു: മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഫ്ളലു മിൻ അദാഇ മാ മഫ്തറദതു അലൈഹി. ഞാൻ അവന് നിർബന്ധമാക്കിയ ഒരു കാര്യം കൊണ്ടല്ലാതെ ഒരാളും എന്നിലേക്ക് സാമീപ്യം സിദ്ധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹ് പറഞ്ഞതായി പറഞ്ഞു തരികയാണ്. അള്ളാഹുവിലേക്ക് പ്രിയം വയ്ക്കുന്ന ഒരാൾ നിർബന്ധമായി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള അനുഷ്ഠാനങ്ങൾ കണിശമായും പാലിക്കേണ്ടതുണ്ട്. സ്വഭാവം നന്നായി ഇബാദത്തൊന്നുമില്ലാത്തവനായാൽ രക്ഷപ്പെടുമെന്നല്ല, രണ്ടിനെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയണമെന്ന് തന്നെയാണ്. ആ ഹദീസ് തുടർന്ന് പറയുന്നത്, വമാ യസാലു യതഖറബു അബ്ദി ഇലയ്യ ബിന്നവാഫിലി ഹത്താ അഹിബ്ബഹു. അങ്ങനെയുള്ളൊരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകും. അള്ളാഹു ഐച്ഛികമായി എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെയും കൃത്യമായി പാലിക്കുക വഴിയായി. അപ്പോൾ നിർബന്ധമായ കാര്യങ്ങളും അതേപോലെ ഐച്ഛികമായ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളും അനുഷ്ഠിക്കുക വഴിയായി
ഫഇദാ അഹബബ്തുഹു കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി. പിന്നീട് അവൻ്റെ കേൾവി എൻ്റെ കേൾവി പോലെയാകും. അല്ലാഹ് പറയാം, അള്ളാഹു തൃപ്തിപ്പെടാത്തൊരു കേൾവിയും പിന്നീട് അവൻ്റെ കാതുകൊണ്ട് അവൻ കേൾക്കുകയില്ല. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ്റെ കാഴ്ച എൻ്റേതുപോലെയായി തീരുമെന്ന് അള്ളാഹു പറയുകയാണ്. പടച്ചവൻ്റെ കാഴ്ചയായി ഒരു ദാസൻ്റെ കാഴ്ച എങ്ങനെയാണ് പരിണമിക്കുക എന്ന് പറയുന്നത്? നിഷിദ്ധമായ മറ്റൊന്നും കേൾക്കാനില്ലാതെ, മറ്റൊന്നും കാണാനില്ലാതെ സസൂക്ഷ്മമായ ഒരവസ്ഥയിലേക്ക് ആ ദാസൻ ഇങ്ങനെ വളർന്നു വരും, അല്ലെങ്കിൽ ഉന്നത നിലവാരത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് ആ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. മറ്റൊരു വചനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക അവൻ്റെ സാഷ്ടാംഗവേളയിലാണ്. പലപ്പോഴും നമ്മൾ ഒരു വഴിപാട് പോലെ യാന്ത്രികമായി നമ്മുടെ റുകൂഉകളും സുജൂദുകളും ഒക്കെ നമ്മൾ നിർവഹിക്കാറുണ്ട്. എന്നാൽ സുജൂദിലാണ് ഒരു വിശ്വാസി തൻ്റെ നാഥനുമായി ഏറ്റവും വലിയ അടുപ്പത്തിലേക്ക് എത്തിച്ചേരുക എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അഖ്റബമായി യകൂനുൽ അബ്ദു മിൻ റബ്ബി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. അതുകൊണ്ട് നിങ്ങളുടെ സാഷ്ടാംഗത്തിലുള്ള സുജൂദിലുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഖുർആനിലെ 96-ാമത്തെ അധ്യായം സൂറ അലക്കിലെ അവസാനത്തെ വചനം വസ്ജുദ് വഖ്തരിബ്, നീ നിന്റെ രക്ഷിതാവിന് സാഷ്ടാംഗം ചെയ്യുകയും അള്ളാഹുവിലേക്ക് നിങ്ങൾ സാമീപ്യമുള്ളവരായി തീരുകയും ചെയ്യുക എന്നതാണ്. ഇപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്, അള്ളാഹുവിലേക്ക് സാമീപ്യമുള്ളവരാകുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെങ്കിൽ ആ വിജയത്തിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിലും പ്രവാചകൻ്റെ ചര്യകളിലും എമ്പാടുമുണ്ട്. അത് സമൂഹത്തോടുള്ള കൃത്യമായ ബാധ്യതകൾ കാത്തുസൂക്ഷിക്കുന്നത് പോലെ സ്വന്തത്തിൽ ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങളിൽ പശ്ചാത്തപിച്ചു മടങ്ങുന്നതിലൂടെ ആരാധനകളിൽ താല്പര്യമുള്ളവരാകുന്നത് പോലെ തന്നെ സ്വഭാവ സവിശേഷതകളിൽ ഉൾക്കിട്ട സ്വഭാവത്തിൻ്റെ ഉടമകളായി തീരുക വഴിയായി അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നുള്ളതാണ്. അത്തരം നല്ല വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു ഉസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് അടുക്കാൻ പ്രിയങ്കരമായ പ്രവർത്തനങ്ങൾ ഉള്ളതുപോലെ തന്നെ അള്ളാഹു വെറുക്കുന്ന മ്ലേച്ഛതകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കാണാനും കാതിന് ഇഷ്ടമുള്ളതെല്ലാം കേൾക്കാനും വായന ഇഷ്ടപ്പെടുന്നതെല്ലാം പറയാനും വായന ഇഷ്ടമുള്ളതെല്ലാം രുചിക്കാനും പറ്റുന്നൊരവസ്ഥ വിശ്വാസിക്കില്ല. അവിടെ അത്തരം കാര്യങ്ങൾക്കൊക്കെയും കൃത്യമായ വിധിവിലക്കുകളുണ്ട്. മതം എന്ന് പറയുന്നത് തന്നെയും ഈ വിധിവിലക്കുകളാണ്. അതുകൊണ്ട് ഒരാൾക്ക് വിധിവിലക്കുകൾ ബാധകമല്ല എന്നയാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ മതത്തിൻ്റെ വൃത്തത്തിൻ്റെ പുറത്തേക്ക് പോകുമെന്നുള്ളതാണ്. അവിടെ അനുവദനീയമില്ല, നിഷിദ്ധമില്ല എന്നൊരവസ്ഥയിലേക്ക് ഒരാൾ എത്തിച്ചേർന്നാൽ ഒരു കാലഘട്ടം വരാനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറയാം, അന്ന് മനുഷ്യനിൽ അങ്ങനെ ഒരു വേർതിരിവുണ്ടാവില്ല. എന്താണ് നിഷിദ്ധമായതെന്നോ എന്താണ് അനുവദനീയമായതോ എന്നോ അവൻ പരിഗണിക്കുകയില്ല എന്നതാണ്. ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറ ഫുർഖാനിലെ 72-ാമത്തെ വചനം പരമകാരുണികനായ അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ സവിശേഷതകൾ അള്ളാഹു എണ്ണിപ്പറയുകയാണ്. അതിലൊരു വചനം ഇങ്ങനെയാണ്, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, വ്യാജത്തിനവർ സാക്ഷി നിൽക്കാത്തവരാണ്, അന്യായത്തിന് സാക്ഷി പറയാത്ത ആളുകൾ. വൈദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമ,
അതേപോലെ തന്നെ അനാവശ്യ വൃത്തികൾ നടക്കുന്നിടത്ത് കൂടി കടന്നു പോകേണ്ടി വരികയാണെങ്കിൽ മാന്യന്മാരായി കണ്ട് കടന്നു പോകുന്നവരാണവർ. രണ്ട് കാര്യങ്ങൾ അള്ളാഹു അവിടെ എടുത്തു പറഞ്ഞു. അന്യായത്തിന് സാക്ഷി പറയാത്ത ആളുകൾ. ഏത് കാര്യത്തിനും മൂപ്പർക്കൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നൊരവസ്ഥ ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. എന്തു വന്നാലും എല്ലാവരുടെയും അമ്മായി ആയിക്കൊണ്ടൊരാൾ. ലാ തക്കൂനു ഇമ്മഅത്തൻ, നിങ്ങൾ കൂടികളാകരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്. പഴമക്കാർ പറയാറുണ്ട്, നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ളത്. ചേരയെ തിന്ന നാട്ടിൽ ചെന്നാൽ അതിന് നടുക്കഷ്ണം തിന്നെന്ന് പറയാറുണ്ട്. എന്നാൽ അത് വിശ്വാസികൾക്ക് ബാധകമല്ല. എവിടെയായിരുന്നാലും തൻ്റെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കാൻ വിശ്വാസികൾ പ്രതിജ്ഞാബദ്ധരാണ്. ലാ യഷ്ഹദൂന സൂറ എന്ന് പറഞ്ഞതിന് ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: ഹുവ ശിർക്കു വ ഇബാദത്തുൽ അസ്നാം, അള്ളാഹുവിൽ പങ്കുചേർക്കലും അതേപോലെ തന്നെ വിഗ്രഹങ്ങളോടുള്ള ആരാധനയുമാണ്. വക്കീല പിന്നെ പറയപ്പെട്ടു അൽ കദിബ്, കളവിന് സാക്ഷിയാവുക. വൽ ഫിസ്ക്, തോന്നിവാസത്തിന്, സ്വന്തക്കാരാണ്, കുടുംബക്കാരാണ്, പാർട്ടിക്കാരാണ്, ഉത്തരവാദിത്തമുള്ളവരാണ്, അടുപ്പക്കാരാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അത്തരം ആളുകളോട് അവർക്ക് വേണ്ടി സാക്ഷിയാവുക. വൽ ബാത്തിൽ, നിരർത്ഥകമായതിനു വേണ്ടി സാക്ഷി നിൽക്കുക. അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു വിശ്വാസി കൂടുകയില്ല എന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെയും സമൂഹത്തിൽ വിവാഹങ്ങൾ നടക്കാറുണ്ട്. പടച്ചവൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതലായി വിവാഹത്തിൽ പങ്കെടുക്കുന്ന വധൂവരന്മാർ മാത്രമല്ല, അവരുടെ കുടുംബക്കാർ മാത്രമല്ല, ബന്ധുക്കാരടക്കമുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നൊരു വേദിയാണ് വിവാഹ സദസ്സുകൾ. എന്താണ് അവിടുത്തേക്കൊരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ സദസ്സുകളൊക്കെയും വിവാഹത്തിൽ നടത്തേണ്ട ശ്രദ്ധേയമായ പ്രാർത്ഥന ബാറക്കല്ലാഹു ലക വ ബാറക അലൈക വ ജമഅ ബൈനകുമാ ഫീ ഖൈറിൽ വൽ ആഫിയ എന്നൊക്കെയാണ്. അള്ളാഹു നിനക്ക് അനുഗ്രഹം നൽകട്ടെ, നിങ്ങൾ അനുഗ്രഹങ്ങളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ, നന്മയും സൗഖ്യവുമൊക്കെ അള്ള നൽകട്ടെ എന്നാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന നടക്കുന്ന വേളയിൽ ആ സദസ്സിൽ അള്ളാഹുവിന് തൃപ്തിപ്പെടാത്ത എത്രയോ കാര്യങ്ങൾ, അതിനനുബന്ധമായി എത്രയോ ആർഭാടങ്ങൾ മുസ്ലിം സമൂഹം ഒന്നടങ്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് പടച്ചവൻ്റെ അനുഗ്രഹം അത്തരം വേദികളിൽ ഉണ്ടാവുക? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ വിശ്വാസികൾ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാനെങ്കിലും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നാലാൾ കാണുകയെങ്കിലും അത്തരം കാര്യങ്ങളോട് അകലം പാലിക്കാനെങ്കിലും വിശ്വാസികൾ പ്രതിജ്ഞാബദ്ധരാണ്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം സഅദി രേഖപ്പെടുത്തിയത് വഹുവൽ കലാം അല്ലദീ ലാ ഖൈറ ഫീഹി വലാ ഫീ ഫായിദത്തുൻ ദീനി വദുനിയവിയ, ദീനിനോ ദുനിയാവിനോ ഗുണമില്ലാത്ത, ഒരു ഹൈറുമില്ലാത്ത വർത്തമാനങ്ങൾ പറയലാണ് അത്തരം മോശമായ കാര്യങ്ങളിൽ സാക്ഷികളാവുക എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ വേണ്ടാധീനം നടക്കുന്ന സദസ്സുകളിൽ മാന്യമായി കടന്നു പോവുക എന്ന് പറയുന്നത്. നമ്മുടെ പാട്ടുകളും നമ്മുടെ കൂത്തുകളും നമ്മുടെ ആട്ടങ്ങളും അത്തരത്തിലുള്ളതാണ് എന്ന് നമ്മൾ ഒരു വേള ആലോചിക്കേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ് കലാമി സുഫഹാഇ വനഹ്വുഹും, വെഡ്ഡികളായ ആളുകൾ അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളുടെ സംസാരം പോലെയാണ് അത്തരം കാര്യങ്ങൾ നടക്കുക. അത്തരം സദസ്സുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നത് അള്ളാഹുവിൻ്റെ സാമീപ്യം തേടുന്നതിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ നിലയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ കൃത്യമായി